അമേരിക്കയ്ക്ക് താല്പര്യം അവരുടെ ഒരു കൂടെ നിർത്തുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ വേണം. അല്ലാതെ ഇന്ത്യ പഴയ പോലെ ഞങ്ങൾ ന്യൂട്രലാണ്, മൾട്ടി പോളാർ അതാണ് ഈ പരിപാടിയൊന്നും ഇനി നടക്കത്തൊന്നുമില്ല. കാരണം അവരുമായിട്ട് യോജിച്ച് പോകണം. വിയോജിച്ച് പോകാൻ പറ്റുവാണെങ്കിൽ ഇന്ത്യൻ എക്കോണമി അല്ലെങ്കിൽ ഇന്ത്യ വരെ ഈ അമേരിക്ക എന്ന് പറഞ്ഞ വൃത്തികെട്ട രാജ്യം തകർക്കും. അമേരിക്ക അങ്ങനെയാണ് ആ രാജ്യം ലോകത്തെ മുഴുവനും ക്യാപ്ചർ ചെയ്ത് അവരുടെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബേസിക്കലി ലോകത്തിലെ ഒരു സമാധാനമുള്ളത്. അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളും അന്യോന്യം അടിച്ചും പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അവരുടെ ഗെയിം പ്ലാൻ ആണിത് മുഴുവനും. ഏതായാലും ഒരു കാര്യം പറയും, ഉറപ്പായിട്ടും അവരുടെ ബിസിനസ് കൂടാണ്. അതുകൊണ്ട് തന്നെയാണ് ആ രാജ്യത്തിൻ്റെ എക്കോണമി എന്ന് പറയുന്നത് 30 ട്രില്യൺ ഇങ്ങനെ നിൽക്കുന്നത്. 4.5 ട്രില്യൺ എക്കോണമി ഉള്ള ഒരു രാജ്യം ഇന്ത്യ. ഇവിടുത്തെ കിഴങ്ങന്മാർ പറയും അമേരിക്ക പറഞ്ഞാൽ കേൾക്കത്തില്ല, ഞങ്ങൾ എന്ത് പുല്ല നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ കയ്യിൽ അങ്ങനെ സാധനവും നമ്മൾ വളർന്നു വരുന്നൊരു രാജ്യമാണ്. നമ്മൾ ഒത്തിരി സമയമെടുക്കും പലയിടത്തും എത്താൻ. പലതുമായ രാജ്യങ്ങൾ ഇൻക്ലൂഡിങ് ചൈന പോലും ഫൈനലി അമേരിക്കയുടെ മുമ്പിൽ ഇത്രമാത്രം ശക്തമായ രാജ്യം പോലെ സറണ്ടർ ചെയ്യുമോ? കാരണം അവർക്കറിയാം അവനോട് കളിച്ചാൽ മുന്നോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇതാണ് അതിൻ്റെ കാര്യം. ഏതായാലും ഒരു കാര്യം പറയാം, ട്രേഡ് ഡീല് നടക്കട്ടെ, എല്ലാം പോസിറ്റീവായിട്ട് പോകട്ടെ. ഇന്ത്യയിൽ ഒരു കാരണവശാലും ടെറർ ആക്രമണം ഉണ്ടാകാതിരിക്കട്ടെ. അല്ലാതെ 2 ബോംബ് അവിടെ ചെയ്തുകൊണ്ടെന്ന് ടെറർ ആക്രമണം ഒന്നും നിൽക്കുമെന്നൊക്കെ ഉദ്ദേശിക്കുന്ന വിഡ്ഢിയൊന്നുമല്ല ഞാൻ. ടെറർ ആക്രമണം എന്ന് പറഞ്ഞ് ഈ ലോകത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിന് വേറെ ഓപ്ഷൻസിൽ കൂടെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാതെ പെട്ടെന്നൊരു കോൺഫ്ലിക്റ്റും അടി അങ്ങോട്ടും ഇങ്ങോട്ടും, ഇവിടുന്ന് അങ്ങോട്ട് മിസൈൽ, അവിടുന്ന് ഇങ്ങോട്ട് മിസൈൽ, ഇവിടുന്ന് അങ്ങോട്ട് ഫൈറ്റർ, അവിടുന്ന് ഇങ്ങോട്ട് ഫൈറ്റർ, ഇതിലോട്ടല്ല പോകേണ്ടത്. ഇതിനൊന്നും ഉത്തരവില്ല. ബേസിക്കലി ഈ 2ാം ലോകമഹായുദ്ധ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നാം ലോകമഹായുദ്ധം, 2ാം ലോകമഹായുദ്ധം അന്യോന്യം ശരിക്കും യുദ്ധം ചെയ്തു. ഇന്ന് അവർക്ക് യുദ്ധമേ വേണ്ട. കാരണം എന്ത്? അൾട്ടിമേറ്റ്ലി അവർക്കെല്ലാം ലൂസായി. അവിടെ അമേരിക്ക ഒരു സൂപ്പർ പവറായി. വാറെന്ന് പറഞ്ഞത് നഷ്ടമാണ്. ഇത് കംപ്ലീറ്റ് നഷ്ടക്കച്ചവടമാണ്. വാറിനകത്ത് പലതും നഷ്ടപ്പെടും. ഉക്രൈന് നഷ്ടപ്പെട്ടത് കണ്ടോ എന്തൊക്കെയാണെന്ന്? തിരിച്ച് റഷ്യക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്ന് കണ്ടോ? ഇതിനകത്ത് അമേരിക്ക മീഡിയേറ്ററായിട്ട് വരികയാണ്. അതായത് പറയാൻ പോകുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് സമാധാനമുള്ള ഒരു ഇന്ത്യയായിട്ടും ഇന്ത്യ രാജ്യമായിട്ടും നല്ല ഭരണകർത്താക്കളായിട്ടും അവരാണ് വിഷണറി ആയിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. ഇന്ത്യ സാമ്പത്തികമായിട്ടാണ് പുരോഗമിക്കേണ്ടത്.